നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിലെ പോളിസാക്കറൈഡ്സിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർച്ചിനെ കുറിച്ചാണ്. സ്റ്റാർച്ച് ഈസ് ദ സ്റ്റോറേജ് ഹോമോപോളിസാക്കറൈഡ്. സ്റ്റാർച്ച് എന്നുള്ളത് സ്റ്റോറേജ് ഹോമോപോളിസാക്കറൈഡിൻ്റെ എക്സാമ്പിളാണ്. It is deposited in the chloroplast of plant cells. സ്റ്റാർച്ച് കാണുന്നത് പ്ലാന്റ് സെൽസിന്റെ ക്ലോറോപ്ലാസ്റ്റിലാണ്. സ്റ്റാർച്ച് പൊട്ടറ്റോസ്, ടാപ്പിയോക്ക, സിറിയൽസ്, ലെഗ്യൂംസ് ഇവയിലൊക്കെ പ്രസന്റ് ആണ്. സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അമൈലോസ്, അമൈലോപെക്റ്റിൻ എന്ന രണ്ട് കമ്പോണന്റ് കൊണ്ടാണ്. അമൈലോസ് എന്നുള്ളത് ലോങ് അൺബ്രാഞ്ച്ഡ് സ്ട്രെയിറ്റ് ചെയിൻ പോളിസാക്കറൈഡ് ആണ്. അമൈലോപെക്റ്റിൻ എന്നുള്ളത് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിസാക്കറൈഡ് ആണ്. Starch treated with boiling water 10 to 20% is solubilized. This part is called amylose. സ്റ്റാർച്ചിനെ ബോയിലിംഗ് വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർച്ചിലെ 10 മുതൽ 20% വരെ അതിൽ ലയിക്കും, ബോയിലിംഗ് വാട്ടറിൽ ലയിക്കും. ആ പാർട്ടിനെ പറയുന്ന പേരാണ് അമൈലോസ് എന്നുള്ളത്. അമൈലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലൂക്കോസ് യൂണിറ്റ് കൊണ്ടാണ്. ഇതാണ് അമൈലോസിന്റെ സ്ട്രക്ചർ. ഇതിന്റെ ലിങ്കേജ് എന്നുള്ളത് 1,4 ആണ്. Insoluble part absorb water and form gel-like structure. It is called amylopectin. ബോയിലിംഗ് വാട്ടർ ആയിട്ട് സ്റ്റാർച്ചിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാകും. അത് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ജെൽ ലൈക്കായ ഒരു സ്ട്രക്ചറായി മാറും. ആ ജെൽ ഫോമിനെ പറയുന്ന പേരാണ് അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിനും ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസ് യൂണിറ്റ് കൊണ്ടാണ്. ഇതാണ് അമൈലോപെക്റ്റിന്റെ സ്ട്രക്ചർ. 1,6 ലിങ്കേജ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് അമൈലോസിന്റെയും അമൈലോപെക്റ്റിന്റെയും മെയിൻ ഡിഫറൻസ് ആണ്. അമൈലോസ് എന്നുള്ളത് ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണ്. അമൈലോപെക്റ്റിൻ മോർ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അമൈലോസ് വാട്ടറിൽ സോല്യൂബിൾ ആകും, എന്നാൽ അമൈലോപെക്റ്റിൻ വാട്ടറിൽ സോല്യൂബിൾ അല്ല. അമൈലോസ് ജെൽ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യില്ല, അമൈലോപെക്റ്റിൻ ജെൽ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അയഡിനായിട്ട് അമൈലോസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ കിട്ടും, എന്നാൽ അയഡിനായിട്ട് അമൈലോപെക്റ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പേർപ്പിൾ കളറാണ് കിട്ടുക. അമൈലോസിന്റെ ഏകദേശ വെയിറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷത്തോളം വരും. അമൈലോപെക്റ്റിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 മില്യൺ അടുത്തോളം വരും. അടുത്തതായി സ്റ്റാർച്ചിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർച്ച് എന്നുള്ളത് വൈറ്റ് സോഫ്റ്റ് അമോർഫസ് പൗഡർ ആണ്. ഇതിന് സ്വീറ്റ് ടേസ്റ്റ് ഒന്നുമില്ല. ഇതിന്റെ സ്റ്റാർച്ചിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് 196 ഡിഗ്രി ആണ്. സ്റ്റാർച്ച് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. നോൺ റെഡ്യൂസിങ് ഷുഗറിന് ഒരു എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളത് 256നും 258 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.